ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഒരു സീരീസ് ആണ് ഗൈസ്. ഇത് ഞാനും ജോയലും കൂടിയുള്ള ഒരു സീരീസ് ആണ്. ജോയൽ ഇപ്പം ഇല്ല, കറലി അവൻ ഇച്ചിരി കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ചാലേ അവൻ വരുവുള്ളെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എല്ലാവരും പിന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. ഇതൊരു സർവൈവൽ സീരീസ് ആണ്. ഞങ്ങൾ ഇച്ചിരിയൊക്കെ കണ്ടുപിടിച്ചൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ കുറേ നാളായി ഇതിന് അത്യാവശ്യം വ്യൂസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ജോയൽ വരുന്നതാണ്. അപ്പം നമുക്ക് ഈ സർവൈവൽ സീരീസ് ഞങ്ങൾ ഇച്ചിരിയൊക്കെ കളിച്ച് വെച്ചായിരുന്നു. പിന്നെ പ്രത്യേക ഇതൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ ഒരു വീട് പണിയാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ എവിടെയും കൊണ്ടൊക്കെയാണ് ഗൈസ് വന്ന് സ്പോണായേക്കണം. എന്തായാലും ജോലി വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് TP അടിക്കാം, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മാംഗോസിൻ്റെ ഇവിടെ വന്ന് അങ്ങനത്തെ സ്പൂണായേക്കാം. ഇത് ഏത് ബയോമാണ്? മാംഗോസ് ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതൊക്കെ ജിങ്കിൾ പോലത്തെ ബയോമാണ് ഗൈസ്. ഞാൻ അങ്ങോട്ട് നമ്മുടെ ഇപ്പോൾ സ്പോണായ സ്ഥലത്ത് ഞാൻ അവിടെ ആരാണ്ട് തടിയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണെന്നൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇന്നലെ ഇച്ചിരി സംഭവങ്ങളൊക്കെ ചെയ്ത് ബെഡൊക്കെ ഉണ്ടാക്കി അയണൊക്കെ കളക്ട് ചെയ്തായിരുന്നു ഗൈസ്. പിന്നെ അയണൊന്നും പോയിട്ടില്ല ഗൈസ്. ലൂട്ടൊന്നും നമ്മൾ വേറെ എവിടെയൊക്കെ വന്ന സ്പോണാണ് ഗൈസ്. കാരണം നമ്മുടെ നെറ്റിൻ്റെ പ്രോബ്ലം കാരണമാണ് ഗൈസ്. എന്തായാലും ഇത്തിരി ഗോള് കിട്ടിയിട്ടുണ്ട്, അതെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഗോള് ജോലി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ഉണ്ടാക്കാമെന്നാണ് ഗൈസ്. ബേസ് ഉണ്ടാക്കണം, എന്നാലേ പരിപാടികൾ നടക്കുകയുള്ളൂ. ചിലപ്പോൾ ഇന്നുണ്ടാക്കും, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കും. ഇന്ന് മാക്സിമം പറ്റാവുന്ന പോലെ ചെയ്ത് വെക്കും. പിന്നെ ബേസ് പണിയണമെന്ന് കാണിക്കുക കേട്ടോ, അതൊക്കെ കട്ട് ചെയ്ത് കളയും. കാരണം ലോങ് ആക്കാം ഗൈസ്, വേണമെങ്കിൽ ലോങ് ആക്കാം. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. ഹൊറമോഡ്സൊക്കെ ഇടുമ്പോൾ തന്നെ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് വേണം, അതാ ലോങ് വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് ചിലപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇടണം. ഓക്കെ, ഇച്ചിരി താമസിച്ച് പോയി കേസ് ഇടാൻ. ഓക്കെ, ഞാൻ റെക്കോർഡ് എടുക്കണത് ഇപ്പോൾ രാത്രി അതുകൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ സ്കൂൾ തുറക്കും ഗൈസ് എല്ലാവർക്കും. ഓക്കെ, നാളെ ആയിരിക്കും വീഡിയോ വരാൻ പോണത് എൻ്റെ. ഞാൻ പിറ്റേ ദിവസം രാത്രിയാണ് ഫുൾ റെക്കോർഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, രാവിലെ ഇത്തിരി പാടാണ് റെക്കോർഡ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ രാത്രി റെക്കോർഡ് ചെയ്യണം. രാത്രിയാകുമ്പോൾ സ്കൂളിൽ, അതായത് ഇന്നൊക്കെ സ്കൂളുണ്ടായിരുന്നു ഗൈസ്. ഇന്ന് എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് സ്കൂളുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പരിപാടിയൊക്കെ ഇരുന്നു സ്കൂളിൽ, അതുകൊണ്ട് ഞാൻ ഇല്ല. ഓക്കെ, അപ്പോൾ രാവിലെ നാളെ തൊട്ട് ആയിരിക്കും സ്കൂൾ തുടങ്ങുന്നത്. കലോത്സവമായിരുന്നു ഈ സ്കൂളിൽ. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ടെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പ്രത്യേകിച്ച് അതാണ് തോന്നുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ഒരു അയണൊക്കെ ഇച്ചിരി കിട്ടുമെന്ന് നോക്കട്ടെ. ജോലിന് കുറേ അയണ കിട്ടിയായിരുന്നു ഇന്നലെ. പിന്നെ ഞാനും ഇച്ചിരി എടുത്തായിരുന്നു. ഞാൻ ഒരു മലയുടെ മണ്ടൊക്കെ കയറി അവിടെ നിന്ന് ചത്തെന്ന് തോന്നണേ. അപ്പം തന്നെ ബാക്കടിച്ച് പോയി കേസ്. ഓക്കെ, പിന്നെ ആമയൊക്കെയാണല്ലോ പോയി. ഫുഡ് ഓക്കെ, ഫുഡ് കിട്ടിയാലും നമുക്ക് ജംഗിൾ ബയോം കിട്ടിയതുകൊണ്ട് ഇപ്പോൾ വാട്ടർ ബലോം കിട്ടിയിരിക്കുകയാണ് കേസ്. ഒരുപാട് വന്നിട്ടുണ്ട് ഫുഡ് വന്നതിന്. ഫുഡ് എത്ര നേരം ഇവിടെ എനിക്ക് ഫുഡൊന്നും ഇല്ലായിരുന്നു കേസ്. പിന്നെ നമ്മളൊരു മഷ്റൂം ഐലൻഡിൽ എത്തിയായിരുന്നു. അവിടുന്നായിരുന്നു ഞാൻ നിന്നേക്കണത്. ഞാൻ ഇച്ചിരി അയൺ കളക്ട് ചെയ്യാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേസ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെയാണ് സ്പോണായത്.
നമുക്ക് ഈ കേവി പോയാലോ ഗൈസ്? വേണ്ട, വെള്ളമുള്ള കേവ. നമുക്ക് മുകളിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഓ, അത് കണ്ടോ ഗൈസ്? അത് കണ്ടോ? ഇന്നലെ ഞാൻ എടുത്തപ്പോഴും ഇതുപോലെ ഒരു മത ഉണ്ടായിരുന്നു ഗൈസ്. ഈ സീഡിന് പ്രത്യേക തരം ഒരു സീഡാണ് ഗൈസ് ഞങ്ങളുടെ. ഓക്കെ, ഇപ്പം കിട്ടിയേക്കണം നമുക്ക്. പോയി ഇച്ചിരി ഫുഡ് കഴിച്ചേക്കാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കണ്ടോ ഗൈസ്? എന്തോ ഒരു ലാഗുണ്ട് ഗൈസ് വേൾഡിന്. വേൾഡിൻ്റെ ലാഗാണ്, ആ സീഡിൻ്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. എന്തായാലും എന്തോ ഒരു കുഴപ്പമുണ്ട് വേൾഡിന്. നമുക്ക് രാത്രിയാവും ഗൈസ്. രാത്രിയായ ബെഡുണ്ട്, കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. നമുക്ക് ഇപ്പം അയണൊരു മൈൻഡ് ചെയ്യണം. എന്നിട്ട് ജോലി വരുമെന്ന് ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് സെറ്റാക്കാം ഗൈസ്. ഓക്കെ, അതാണ് ഗൈസ് MLG പ്രോ പ്ലേയേഴ്സിൻ്റെ പവറാണിത്. ഞാൻ അടുത്ത നിങ്ങൾക്ക് MLG അറിയാമോ ഗൈസ്? ഏതൊക്കെ MLG ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്ത് പറയണം ഗൈസ്, ഞാൻ ചോദിക്കണം ഇതിൻ്റെ ഉത്തരം. ഓക്കെ, നിങ്ങൾക്ക് എത്ര തരം MLG അറിയാം അതൊന്ന് താഴത്ത് കമൻറ്റ് ഇടുക. ഓക്കെ, പിന്നെ ഇപ്പോൾ വ്യൂസ് ഒന്നും കിട്ടണില്ല ഗൈസ്. ഓക്കെ, 6 വ്യൂസ് 5 വ്യൂസ്. മോഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതുപോലത്തെ സർവൈവൽ സീരീസ് അങ്ങനത്തെ ഇടാം ഗൈസ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എങ്ങനത്തെ ഇടണമെന്ന് നിങ്ങൾ തന്നെ പറയുക. നമ്മൾ കുറേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ ഒരു കല്ലിൻ്റെ പ്രദേശം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ അയണൊന്നും ഇല്ലല്ലേ ഗൈസ്? അയൺ എന്തുവാ കിട്ടാതെ? നമുക്ക് കിട്ടണില്ല കേട്ടോ അയൺ. ഞങ്ങൾ താഴത്തോട്ടല്ല മൈൻഡ് ചെയ്യണം ഗൈസ്. മുകളിൽ ഈ കല്ലൊക്കെ പൊങ്ങി ഇരിക്കുകയല്ലേ ഗൈസ്. ഈ മല സൈഡിലൊക്കെ അയണൊക്കെ ഇരിക്കുകയല്ലേ മലയുടെ സൈഡിലൊക്കെ, അതൊക്കെ പോയാൽ എടുക്കണത്. ഇന്നലെ ഒരു ലാഗൊക്കെ ഉണ്ടായി ഗൈസ്. ഇന്നലെ നമുക്ക് നെറ്റിൻ്റെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പോഴും ഒന്നെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ ലാഗായിരിക്കും. ഇന്നലെ കയറാൻ പറ്റണ്ടായിരുന്നു, എന്താണെന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, ഇന്നലെ ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളായിരുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യ് ജോലി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ജോലി വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ബെഡുണ്ട് ഗൈസ്. ബെഡ് വെച്ച് കിടക്കാം, നേരത്തൊക്കെ വരട്ടെ. രാത്രിയാണല്ലോ ഗൈസ്, രാത്രിയാവും. ഓക്കെ, രാത്രിയായി ഇല്ലേ? ദിവസം ഞാൻ ഇച്ചിരി പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ സെറ്റ്. ഇടക്കടാ. ഹലോ, നീ കിടക്ക്. ബിആറാണോ? കേറുക. ഞാൻ ഇവിടെ വേറെ സ്ഥലത്താണ്. ഞാൻ വേറെ ഒരു ഇതിൽ വന്ന് സ്പോണായി. മറ്റേ ഇന്നലെ നമ്മൾ വീട് പണിയാൻ നോക്കിയ സ്ഥലത്തല്ല, വേറൊരു സ്ഥലത്ത് വന്ന് സ്പോണായി. എന്ത്? ഇവിടെ ക്രീപ്പർ മാമ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫാനിനാണോ പോയി? ഫാനല്ല. അതെ. നീ ഒരു പ്രാവശ്യം ജോയിനായല്ലേ വീണ്ടും വന്നാ? ഇവിടെ ഹാക്കറാണ് ഗൈസ്.
ഞാനിവിടെ ബെഡൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങിയതേ രാവിലേക്ക് ഇപ്പോൾ. ചേട്ടാ ഞാനിവിടെ ഇവിടെ ഏതോ ഒരു ബയോമിലാണ്. ഞാൻ ഇവിടെ എങ്ങാണ്ടാണ് വന്ന് സ്പോണായത്. മറ്റേ സ്ഥലത്തില്ല, ഞാൻ ഇന്നലെ അയണെടുത്ത സ്ഥലത്തൊന്നും അല്ല, അതിനേക്കാണോ ദൂരെ. അങ്ങോട്ട് വരാടാ, വെയിറ്റ് കേസ് നമുക്ക് ജോലിൻ്റെ അടുത്തോട്ട് പോകാം കേസ്. ആ ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ ജോലിൻ്റെ അടുത്തായിട്ട് വന്നില്ല. നമുക്ക് അയാളെ റീസ്പോൺ സെറ്റ് ചെയ്യാടാ. നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടേ റീസ്പോൺ സെറ്റ് ചെയ്യാം, അത് അത്യാവശ്യമാണ്. കാരണം ഞാൻ വേറെ എവിടെ എങ്ങാണ്ടൊക്കെ പോയ സ്പോണാണ്, ചത്തിട്ടെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. ആ നമ്മള് ഒന്നെങ്കിൽ ബോട്ടേ തുഴഞ്ഞു പോവാം, ബോട്ടുണ്ട് എൻ്റെ കയ്യിൽ. ആ ബോട്ട് അവിടെ വെച്ചിട്ട് പോകുന്നല്ലേടാ. ശരി നിങ്ങളുടെ ആ ബോട്ട് വെക്കാം, ബോട്ട് വെച്ച് പോവാം. ബോട്ടില്ലേ, ക്രാഫ്റ്റിംഗ് ടേബിളും ഇല്ലേ? എടാ ഇത്തിരി വുഡുണ്ടോ? വുഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്ക്. ആ എൻ്റെ കയ്യിൽ മറ്റേ വുഡില്ല, വെറുതെ ഇല്ല. ഇവിടെ ആണെങ്കിൽ ഒരു വുഡ് പോലും ഇല്ല. ഞാനാണെങ്കിൽ അവിടെ മുഴുവൻ തീർത്തിട്ട് വന്ന്. നമുക്ക് തത്തമ്മക്ക് കൊടുക്കാൻ ഇച്ചിരി ഒരു മെലൺ സീഡ് എടുത്തേക്കാം. തത്തമ്മ കണ്ടാലാ ഒരു മെലൺ സീഡ് എടുത്തേക്കാം. ഇതൊക്കെ എടുത്ത് മോളി വെക്കാം കേസ്. ഗേസ് നമ്മുടെ ജോലി ഇവിടെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേസ്. ക്രാഫ്റ്റിംഗ് പ്രോ ക്രാഫ്റ്റ് ചെയ്താടാ. ഓക്കെ ഗേസ്, ലാഗൊക്കെ ഉണ്ടാവും ഗേസ്. ഞാൻ ഷെയ്ഡിലിട്ടല്ല കളിക്കണം കേട്ടോ. ഷെയ്ഡിലിട്ട് കളിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, എങ്കിലും ഞാൻ ഷെയ്ഡർ കയറ്റിയിട്ടില്ല ഗേസ്, കയറ്റണം. ഓക്കെ പോകോ. എടാ ഇവിടെ തന്നെ മതിയോ? ഓവർ വേൾഡിൽ മതിയാതാ വേറെ വല്ല ബയോമും കണ്ടെത്തണം നമുക്ക്. ആ അത് കൊള്ളാം. ബോട്ട് പൊട്ടിച്ചോ, ബോട്ട് ആവശ്യം വരും. ബോട്ട് കിട്ടി. ഓക്കെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്ലെയിൻ ആക്കണം. ഇനി അതിനു വേണ്ടി ഷവല് വേണം, ഷവലിന് വേണ്ടി ട്രീ വേണം, ട്രീവിന് വേണ്ടി മരം വേണം. മരം നമ്മുടെ കയ്യിലില്ല. ആ അപ്പുറത്തെ ഐലൻഡിൽ മരം ഉണ്ടോ? ഞാൻ ഇച്ചിരി മരമൊക്കെ വെട്ടിയിട്ട് ഇച്ചിരി ഷവലൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഓക്കെ, ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടി കളഞ്ഞോ. ഞാൻ ഷവലുണ്ടാക്കിയിട്ട് നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. എനിക്ക് വുഡില്ല എൻ്റെ കയ്യിൽ, അതാ പ്രശ്നം. നമുക്ക് ഇച്ചിരി ഷവലുണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ഒരു മരം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് വുഡ് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾക്ക് മോഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ സർവൈവൽ സീരീസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും, കമൻറ്റ് ചെയ്യും. മോഡ് വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ വ്യൂസ് കിട്ടിയില്ല ഗൈസ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഗൈസ്. ഓക്കെ, വീഡിയോ അത്യാവശ്യം ഒരു 35 മിനിറ്റൊക്കെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, കാരണം ഞാൻ കട്ട് ചെയ്തൊക്കെ എടുക്കും, പിന്നെ എനിക്ക് ഒടുക്കത്തെ പാടായിരിക്കും. ഹലോ അല്ലേ? ഹലോ ആ അതിപ്പോൾ അങ്ങോട്ട് വരാം. ബോട്ട് പൊട്ടിച്ചെടുത്ത കാര്യമായി ഗൈസ്. നമുക്ക് നീന്തി പോകണ്ട, ബോട്ട് വെച്ച് പോകാം. അല്ല അതിൻ്റെ ഒരു ഇത് ബോട്ട് വെക്കാനും പറ്റുന്നില്ല. ഓക്കെ നമ്മൾ ബോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബോട്ടിൻ്റെ അകത്ത് ഗ്ലിച്ചായി പോയി. കുഴപ്പമില്ല.
ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു ജോയലേ. അത് കുഴപ്പമില്ല, എന്തായാലും പണിയാടാ. ഇവിടെ തന്നെ വെക്കാം, ഇനി പ്ലേസ് കിട്ടുന്നൊന്നുമില്ല. ഇവിടെ പണിയാ, ഞാനും കൂടി വന്ന് സഹായിക്കാം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് വെച്ചിട്ട് പോയേ. ആ ഇപ്പൊ വരാം. ഇക്കടന്നല്ല ഇവിടെ വെച്ചാ പോലിരുന്നു. എവിടെയാടാ ജോലേ? കുട്ടേട്ടാ എവിടെയാടാ? ശിവനെവിടെ? പോരാ. നമ്മൾ ജോയിൻ്റെ അടുത്തായിട്ട് എത്താൻ പോകുന്നു. ഓക്കെ, എത്തിയില്ല. ഓക്കെ നമ്മൾ ജോയിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആ ഇവിടെ അല്ലേ? എവിടെയാണ്? അവിടെയൊക്കെ ക്രീപ്പർ പൊട്ടിക്കിടക്കേ. ഇവിടെ റെഡിയാക്കാം. എന്റെ ഒരു സ്റ്റോണും ഇല്ലേ? ഞാൻ എടാ എന്റെ സ്റ്റോണൊക്കെ തീർന്നു പോടാ. ഞാനിപ്പോ വരാം, വെയിറ്റ്. ഞാനേ ഒരു ഇച്ചിരി സ്റ്റോമൈൻഡ് ആയിട്ട് വരാം. ഞാനിവിടെ ഉണ്ടാവും. നീ എന്തായാലും ഇത് ഇപ്പൊ കഴിയല്ലോ. ഞാനിപ്പോ വരാം. ജസ്റ്റ് ഫോർ മൈനിങ് കൈൻഡ്. യെസ്. ആ കുട്ടേട്ടാ ഹെൽപ്പ് ചെയ്യ കുട്ടേട്ടാ. ഞാൻ കുടുങ്ങിപ്പോയി കുട്ടേട്ടാ. എന്നാ ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കി. സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റിൻ്റെ ഇവിടെ. ഓക്കെ ഗൈസ്, ഞാൻ ക്ലിയർ ആക്കാൻ പോയാണ്. എടാ ഇവിടെ ഈ ഫ്ലോറിലാണോ വെക്കണ്ട? ആ ഇത്തിരി വലിയ വീട് വെക്കാം. ഇത് ഇവിടെ വെക്കാം. ഓ സീന്. എടാ ഇവിടെ വെക്കാം, വില്ലേജിൽ വെക്കണം. ആ ഇവിടെ വെക്കാം, അതാകുമ്പോ വില്ലേജിലായിട്ട് പോലെ. ആ ഇവിടെ പ്ലെയിൻ ആണല്ലേ? ആ നീ വില്ലേജിൽ പോയിട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വില്ലേജിൽ പോവാം. അല്ല വില്ലേജ് ജോലിപ്പോൾ പോയിട്ട് വരും ഗൈസ്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഇച്ചിരി വുഡുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി ശവലൊന്നും ചെയ്യണ്ട, ഈ പുല്ലൊക്കെ വിട്ട് റെഡിയാക്കാം. ഓക്കെ രാത്രിയാടാ, ഇങ്ങോട്ട് പോരാ. നീ കിടക്കുവാ? ആ കിടന്നു. ഇപ്പോൾ കിടക്കണ്ട, ലൈറ്റ് ആകട്ടെ. ഞാൻ നേരത്തേക്ക് പുല്ലൊക്കെ വിട്ട് റെഡിയാക്കട്ടെ. പുല്ലൊക്കെ നൈറ്റ് ആയ കിടന്നോ? ഇല്ല നൈറ്റ് ആയില്ല. ഓ ഓക്കെ കിടന്നു ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ. എടാ ഇത് എത്രാമത്തെ ഡേ ആണെന്നറിയാവാ? മറ്റേ സാധനം ഓണാക്കണ്ടായിരുന്നു. മറ്റേ ഡേ കൗണ്ട് ചെയ്യണത്. ഓക്കെ നമുക്ക് ഇവിടെ അങ്ങനെ പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. പുല്ലൊക്കെ വെട്ടി ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ
നമുക്ക് ഇവിടെ വലിയൊരു വീട് കൊട്ടാരം വെക്കണം ഗൈസ്. കൊട്ടാരം സ്റ്റാർട്ടർ ബേസ് ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് തന്നെ വെക്കുവാന്നൊന്ന് പറഞ്ഞൂടെ. 7 റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വരട്ടെ. എൻ്റെ കയ്യിൽ ഇച്ചിരി ഫുഡുണ്ട്, അത് വെച്ച് ഞാൻ ഒരു മാർക്കിങ് നടത്താൻ കഴിച്ചു ഇവിടെ. എടാ എങ്ങനത്തെ വീട് വേണം? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് മേൽക്കൂര മറ്റേ നോട് പോലെ ഇരിക്കണം വേണം, അതാ അങ്ങനെ. ഓക്കെ, ഇവിടുന്ന് തുടങ്ങാം ഗൈസ്. ഇവിടുന്ന് ഒക്കെ വലിയ വീടല്ലേ. 1 2 എത്ര ഹൈറ്റ് വേണം വീടിന്? പ്ലെയിനാക്കി ഞാനും അങ്ങോട്ട് വരാം. ഞാനിവിടെ വെട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് എടാ ഇത് മറ്റേ വില്ലേജ് ആണെങ്കിൽ കൊള്ളായിരുന്നല്ലേ, ബ്ലാക്ക് സ്മിത്ത് ആണോ? ബ്ലാക്ക് സ്മിത്ത് ആണെങ്കിൽ പൊളിക്കും കേസ്. ഡയമണ്ടൊക്കെ കിട്ടുവായിരുന്നു. ആ ഇവിടെ ബ്ലാക്ക് സ്മിത്ത് അല്ലേടാ ഇനി. അതാ വില്ലേജ് ഇത്. ഗൈസ് വീഡിയോ 21 മിനിറ്റ് ആയി. ഓക്കെ. ഓ ഈ വീട് ഇതിലുണ്ട്. ഈ വീടിൻ്റെ ഗൈസ് ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ? അതാ സാധാ ഇങ്ങനെ ഡിസൈൻ വേണം? ഇങ്ങനത്തെ വേണം. നമുക്ക് ലൂട്ടടിക്കാൻ ഗൈസ്. ലൂട്ടടിക്കൽ തുടങ്ങാം. ക്ലേ ഒക്കെ പൊട്ടിച്ചെടുത്തു. എന്തായാലും ആവശ്യം വരും ഗൈസ്. എന്തെങ്കിലുമൊക്കെ കൊണ്ട്. അപ്പോൾ ക്ലേ ഒക്കെ പൊട്ടിച്ചെടുക്കാം. എടാ മറ്റേ സാധനം സ്റ്റോൺ കട്ടർ എടുക്കണ്ട. ഓക്കെ. ബെഡ് ഉണ്ടോ അതിൻ്റെ കയ്യില്? എടാ ഇച്ചിരി ഇവന്മാരുടെ ഫാമിൽ നിന്ന് മോഷ്ടിക്കാടാ. എമ്മറോൾഡാ? ആ അതെടുത്തോ. എടാ വില്ലേജറിൻ്റെ അടുത്ത് പോയി ട്രേഡ് ചെയ്യേ പെട്ടെന്ന് പോയി. ഓക്കെ ഗൈസ്, ജോയൽ റിച്ചായി ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മോഷ്ടിച്ചെടുക്കാം. ഇച്ചിരി ബീട്രൂട്ടൊക്കെ ഉണ്ട്, അതെടുക്കാം. ബീട്രൂട്ടെങ്കിലും തിന്ന് വിശപ്പൊക്കെ അറ്റാം ഗൈസ്. ബീട്രൂട്ടിന് വലിയ ഹെൽത്ത് കയറിയാണ്. നമുക്ക് ബീട്രൂട്ട് എടുത്തിട്ടും കാര്യമില്ല. ക്യാരറ്റ് ഉണ്ടാവും നോക്കട്ടെ. ആ ക്യാരറ്റ് ഉണ്ട്. ആ സീഡൊക്കെ നട്ട് വെക്കാം. നിനക്ക് 33 മതി? അത്ര മതിയാ? ഓ എനിക്ക് കിട്ടിയില്ല. ബീട്രൂട്ടിൻ്റെ ഒരു സീഡുണ്ട്, മെലൺ സീഡുണ്ട്. ഞാൻ ഇച്ചിരി അവന്മാർക്ക് ഫാം ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവന്മാർ സങ്കടപ്പെടും. ഒരു സീഡ് നട്ടി വെച്ചിട്ടുണ്ട്. സീഡ് ഇവിടെ. ഓക്കെ സെറ്റ്. ഞാൻ വരാടാ. എവിടെ നീ? അവിടെയല്ലേ? എടാ ഈ മണി പൊട്ടിക്കണ വില്ലേജർ മറ്റേ ഇതിലിരിക്കണ കിണറിൻ്റെ അടുത്തിരിക്കണ. എവിടെ കിണറിൻ്റെ എവിടെ ഇരിക്കണ ഈ സാധനം ഇല്ലേ, ബെല്ലി? നമുക്ക് പൂച്ചേനെ ടൈം ചെയ്യണം കേട്ടോ. പൂച്ചേനെ ടൈം ചെയ്യണേ. ഇവിടെ പൂച്ചയുണ്ട്. എടാ ഇവിടെ ഫാമൊക്കെ ഉണ്ടോ? ഓ ഇവന്മാർക്ക് കൃഷി സമ്മതിക്കണം കേട്ടോ. ഇവന്മാരുടെ 2 കൃഷിയുണ്ട് ഇവന്മാർക്ക്. ആ അതെവിടെയായിരുന്നു? ആ ഇവിടെ ജോലി ഇങ്ങോട്ട് ഈ സൈഡിലാട്ട്. നേരെ വെക്കോ. ഇവിടെ ഞാൻ നിൽക്കണം അവിടെ. എൻ്റെ മുമ്പിൽ കണ്ടാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കണ്ടാ? അത് അങ്ങോട്ട് പോവാ ഗൈസ്. ഞാനവിടെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആക്കാം. ഓക്കെ, ഇത്രയും മതിയെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ജോലി ഇങ്ങോട്ട് പോടാ.
അവിടെ ഇങ്ങോട്ട് ഓക്കെ. ഞാൻ ഇച്ചിരി വുഡ് തരാം, നീ പണി. നിനക്കല്ലേ ഡിസൈൻ അറിയാവുന്ന, എനിക്കറിഞ്ഞുകൂടോ ഡിസൈൻ. എന്തെങ്കിലുമൊക്കെ പണിത് വെക്കാം. രണ്ടുപേർക്കും കൂടി പണിയാ, അല്ലെങ്കിൽ പിന്നെ നോ വർക്ക് എടുക്കേണ്ടി വരും. എടാ ഈ ബെഡ് പൊട്ടിക്കല്ലേ, ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്യേ. ബെഡ് വെച്ചിട്ട് ഇത് മൂടറാ, മൂടാന്ന് മൂടാ, ഏട്ടുണ്ട്, കുഴപ്പമില്ല. എവിടാ ബോൺമീലുണ്ടായില്ലേ കയ്യില്? ബോൺമീലുണ്ടെങ്കിൽ നല്ലതായിരുന്നു. സ്കെൽട്ടണക്കൊന്നാ ബോൺമീൽ കിട്ടുവാടാ, അത് വെച്ച് വളർത്തിയാ പോരെ. അല്ല എടാ സാപ്ലിങ് കിട്ടുമെന്ന് നോക്കും, സാപ്ലിങ് കിട്ടുമെന്ന് നോക്കാം, എന്നിട്ട് നട്ട് വെക്കാം. ട്രീ ഫാമിങ്ങിന് ഉപകാരപ്പെടും. നമുക്ക് എന്തായാലും വുഡിൻ്റെ ഭയങ്കര ആവശ്യമുണ്ട്. ഇവിടെ അടുത്ത് അങ്ങനെ വുഡ് ഇല്ല, ഇവിടെ മാത്രമേ വുഡുള്ളൂ. സാപ്ലിങ് കിട്ടുവാന്ന് നോക്ക്. കിട്ടിയാ? ഒരെണ്ണം കിട്ടി എനിക്ക് വീണ്ടും. ഇല്ല കിട്ടിയില്ല, അത് സ്റ്റിക്കാ. കിട്ടിയാ മതി. ഒറ്റെണ്ണം പോലും കിട്ടിയാലേ. ഇനി ഇതൊക്കെ മാത്രം പ്രതീക്ഷ കിട്ടുക. ഓക്കെ, കിട്ടിയില്ല. ഒറ്റെണ്ണം പോലും കിട്ടിയില്ല. സാപ്ലിങ് നിനക്ക് കിട്ടിയല്ലേ. ഷീപ്പൊക്കെ പോണാ സെറ്റ്. ഇല്ല ഷെയർ ചെയ്യേണ്ടതാ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും അതിനൊക്കെ കൊണ്ട്. ഇവിടെ പുല്ലൊക്കെ ക്ലീൻ ആക്കട്ടെ. എന്തായാലും വീട് പണിയാൻ പോയല്ലേ. ഇവിടെ കുറെ കുളമുണ്ടാ, മീൻ പിടിക്കാം. മീനിനൊക്കെ ഇടാൻ കേട്ടാ, ഉപകാരപ്പെടും. ഇന്നാളാ പ്ലാങ്ക് ഇന്നാ പ്ലാങ്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, എടുത്തോ. ദേ ഇവിടെ ദേടാ സൈഡി ദേ ഇവിടെ മാത്രമേ. എടാ റീസ്പോൺ സെറ്റ് ചെയ്തോവേ, കുഴപ്പമില്ല. റീസ്പോൺ സെറ്റ് ചെയ്തോവേ, അത് അത്യാവശ്യമാണ് ബെഡിൽ. ഞാൻ ഇവിടെയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ക്ലിയർ ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ പൈസ ഗീസ് 28 മിനിറ്റായി, കുഴപ്പമൊന്നുമില്ല. എന്താ പന്നിക്കുട്ട, ഇതൊരു വലിയ വീട് പണിയാണ്. ഇച്ചിരി അങ്ങോട്ട് നീട്ടിപ്പറന്നാലും മതി. ശിബൂട്ട ഒന്ന് മാറി തരുവാ. നീക്ക അവന് അടിക്കണ്ട, നീക്കിയാ മതി. സഫക്കേറ്റായി പോകും. നീങ്ങി നിൽക്ക് ശിബൂട്ട. അവിടെ ഇവനാടാ ഇവിടെ നിക്കണത്. റീസ്പോൺ സെറ്റ് ചെയ്ത് ഇത്രയും പോരെ? ഇത്രയും മതിയാ? ഞാൻ ഇത്തിരി പോയി ഡയറക്റ്റ് മൈൻഡ് ചെയ്തിട്ടേ ഞാൻ ഇച്ചിരി ഇവിടെയൊക്കെ ഇച്ചിരി ഈ പുഴയൊക്കെ ഒരു ഷേപ്പ് ആക്കട്ടെ. രാത്രി ഞാൻ പോണേ, ഞാൻ ഇവിടെ അടുത്ത് നിന്ന് മൈൻഡ് ചെയ്യാം. അതാകുമ്പോ രാത്രി ആയാലും കിടക്കാം. അത് സെറ്റാക്കാം. നമുക്ക് 2 നില വെക്കണ? ഒരു നില മതിയാ? ഒരു നില വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്, സ്റ്റോർ ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. സ്റ്റാർട്ടർ വൈസ് അല്ലേ, അത്
കുഞ്ഞുകൂടി ഇരിക്കുക അതാ. പിന്നെ നമ്മൾ തന്നെ അതെടുത്ത് നമ്മളെ ഇൻവെന്ററി പോയിട്ട് വേസ്റ്റ് ആയ ഐറ്റംസ് ഒക്കെ കളയണം. ഇപ്പൊ കിടക്കാൻ വെയിറ്റ്. ഡ്രൗണ്ട് വന്ന് മോളെ ടീമായിട്ട് വന്നടാ. എനിക്കാണെങ്കിൽ എത്തില്ല, ഫുഡില്ല ചാവും. എടാ മോൺസ്റ്റർ, എടാ തേടാ ഡ്രൗണ്ടിന്റെ കുഞ്ഞ്. കിടന്നു പെട്ടെന്ന് കിടന്നു. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തുള്ളി ഫുഡില്ല. ഇച്ചിരി ഫുഡ് കഴിക്കട്ടെ. ഞാൻ നിനക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞില്ലേ? ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം, അവിടെ വെക്കാം നമുക്ക് ഫുഡ്. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം, ഇവിടെ വെക്കാം. ഗൈസ് 56 ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കേക്കാം. ഞാനിവിടെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കൊണ്ടുവന്നാണ് ഇതിനകത്ത് വെച്ചത്. അയണ് 7 ഉണ്ട്. എന്തുവാണ് നിന്റെ കയ്യിൽ എത്ര കിട്ടി? 12. ഞാനും വന്ന് സ്പെൽറ്റ് ചെയ്യട്ടെ. എടോ ഇതും കൂടി ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കിയ. അതിന് ഞാൻ ഫുഡൊക്കെ ഒന്ന് വെക്കട്ടെ. അതിൻ്റെ അകത്ത് ഫുഡ് ഒരു 7 എണ്ണം ഉണ്ട്. എടാ ഇത്തിരി ഫുഡൊക്കെ ചൂടാക്കണേ. ഇവിടെ കുറെ എണ്ണത്തിനെ കൊന്നു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 29 കോളുണ്ട്. എൻ്റെ കയ്യിൽ കോളുണ്ട്. ഇതിൻ്റെ അകത്ത് ചെസ്റ്റിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എടുത്തോ. ചെസ്റ്റിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എടാ ഇതൊന്ന് സ്പെൽഡായി കഴിഞ്ഞ് എന്തെങ്കിലും കൂടി സ്പെൽഡാക്കാൻ പറ്റും. ഏഴെണ്ണം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുവാളാ? ആക്സും മറ്റേ പിക്ലാസും ഉണ്ടാക്കാം. പിക്ലാസ് എടാ നിന്റെ എടുത്തോ കേട്ടാ. നമുക്ക് അയൺ ടൂൾസിലാട്ട് ഹലോ അയൺ ടൂൾസിലാട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി. അയൺ ആക്സ് അയൺ പിക്കാക്സ് മോളി വെക്കാം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കണോ? എടാ മറ്റേ സാധനം ഉണ്ടാക്കിയാലോ? ഷിയർ ഉണ്ടാക്കിയാലോ? ഷിയർ വേണ്ട. ഷിയർ ഇത്രയും തികയുവാ? ഇതാണ് എൻ്റെ ചോദ്യം. തികയും.
കേക്ക് ഉണ്ടാക്കാൻ പോലും എൻ്റെ ഒരു ഫുഡില്ല. ആ ഫുഡ് ഉണ്ടാകാം ഇച്ചിരി. ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഒരേണ ഇതിൻ്റെ അകത്ത് 3 ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ ഓർത്തില്ല എൻ്റെ തലയൊക്കെ ഉണ്ടാവും കൊന്നി. ഞാൻ സ്കിന്ന് മാറ്റിയിട്ട് വരാം. വെയിറ്റ് എൻ്റെ സ്കിന്ന് വർക്ക് ചെയ്യാനില്ല. നമ്മുടെ വീടൊരു നല്ലോണം പണിയണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടി നമുക്ക് വുഡ് വേണം. വുഡിന് വേണ്ടി ഒന്ന് വളരണതിന് ബോൺ മീൽ വേണം, പെട്ടെന്ന് വളരണതിന്. പക്ഷെ അതിന് ഇവിടെ വുഡില്ല, സ്കെൽട്ടണും ഇല്ല. ആകെ ഈ വാഴ മാത്രം, ഈ റൗണ്ട് വാഴ. പിന്നെ ജോയത് എടാ എൻ്റെ ഒറ്റ അര ഹെൽത്തിൻ്റെ പിന്നെ അടിച്ചാൽ ഞാൻ ചത്തുപോകും. ഇതേവരാണെങ്കിൽ ഒരു സ്റ്റിക്കുണ്ട്. അത് വെച്ച് ഞാൻ എന്നാ ചെയ്യാനാ? നിങ്ങൾക്ക് അവിടെ പോയ അതിൽ സാപ്പിളിങ് കിട്ടും. സാപ്പിളിങ് ആ സ്റ്റിക്കാവെല്ലാം കിട്ടും. നമ്മൾ ലക്കിയസ്റ്റ് പേഴ്സൺ. ആ സാപ്പിളിങ് കിട്ടി. ആ സാപ്പിളിങ് നട്ടിട്ടുണ്ട്. നമുക്ക് ട്രീ വളരാനുള്ള സമയം മാത്രം ഇനി. നമ്മൾ സാപ്ലിംഗ് ഒക്കെ കിട്ടി, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എടാ വുഡ് വേണോടാ ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഇനി എത്രയേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ലോങ്ങായ വീഡിയോ. നമ്മൾ വീട് പണി ഇന്ന് തീരുമെന്നൊന്നും തോന്നണില്ല ഗൈസ്. കാരണം ഒരുപാട് സമയമായി ഇപ്പോൾ തന്നെ. ഇപ്പോൾ എത്ര മണിയായിരുന്നു കാണിച്ചു തരാം. 8:55 ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. എടാ അവസാനിപ്പിച്ചാലോ? ഓക്കെ വാടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ് എല്ലാവരും. ഓക്കെ, നമ്മുടെ മൾട്ടിപ്ലെയർ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ നാൾ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. ഇപ്പോൾ തന്നെ ഹൊറർ സീരീസ് ഇടണമെന്ന് പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ.